സൂറത്തു നൂറിലെ 46-ാമത്തെ വാക്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം നമ്മൾ പറഞ്ഞത്. 47 മുതലുള്ള ഏതാനും വാക്യങ്ങളാണ് ഇന്ന് പരിശോധിക്കുന്നത്. അള്ളാഹുവിന് ഏതോ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വല്ലാതെ ദേഷ്യം പിടിക്കുകയും അള്ളാഹുവിനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് തോന്നിയപ്പോൾ ആ ദേഷ്യവും കലിപ്പും തീർക്കാൻ വേണ്ടി ആരെയൊക്കെയോ ചീത്ത വിളിക്കുകയും ഒരുപാട് പയ്യാരങ്ങൾ പറയുകയും ചെയ്യുന്നതാണ് ഇനിയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. നമുക്ക് ആ വാക്യങ്ങൾ വായിച്ച് എന്താണ് അതിൻ്റെ സന്ദർഭമെന്ന് നോക്കാം. 47 അവർ പറയുന്നു, ഞങ്ങൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന്. പിന്നെ അതിനുശേഷം അവരിൽ ഒരു വിഭാഗമതാ പിന്മാറിപ്പോകുന്നു. അവർ വിശ്വാസികളല്ല തന്നെ. 48 അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനായി അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും അവർ വിളിക്കപ്പെട്ടാൽ അപ്പോഴതാ അവരിൽ ഒരു വിഭാഗം തിരിഞ്ഞു കളയുന്നു. 49 ന്യായം അവർക്ക് അനുകൂലമാണെങ്കിലോ അവർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വിധേയത്വത്തോടുകൂടി വരികയും ചെയ്യും. 50 അവരുടെ ഹൃദയങ്ങളിൽ വല്ല രോഗവുമുണ്ടോ? അതല്ല അവർക്ക് സംശയം പിടിപെട്ടിരിക്കുകയാണോ? അതല്ല അള്ളാഹുവും അവൻ്റെ റസൂലും അവരോട് അനീതി പ്രവർത്തിക്കുമെന്ന് അവർ ഭയപ്പെടുകയാണോ? അല്ല, അവർ തന്നെയാകുന്നു അക്രമികൾ. 51 തങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനായി അള്ളാഹുവിലേക്കും റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ സത്യവിശ്വാസികളുടെ വാക്ക് ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുക മാത്രമായിരിക്കും. അവർ തന്നെയാണ് വിജയികൾ. ഈ വാക്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾ ഇതേ വാക്യങ്ങൾ അല്ലെങ്കിൽ അല്പസ്വല്പം വ്യത്യാസത്തോടു കൂടി ഇതിനു മുമ്പും ഒരു സന്ദർഭത്തിൽ കേട്ടതായി ഓർക്കുന്നുണ്ടോ? ഉണ്ടാവും. സൂറത്തു നിസായിലെ 59, 60, 61 വാക്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ ഇതേ കാര്യങ്ങൾ കേട്ടതാണ്. അതേ സന്ദർഭത്തിൽ അതേ കാര്യങ്ങളുടെ ആവർത്തനമാണ് ഇത് എന്നാണ് ഒരു വിഭാഗം തഫ്സീറുകാർ പറയുന്നത്. എന്നാൽ സമാനമായ മറ്റൊരു സന്ദർഭത്തിലാണ് ഇങ്ങനെ പറഞ്ഞത് എന്നാണ് ഇബ്നു അബ്ബാസിനെ പോലുള്ള മറ്റു മുഫസ്സിറുകൾ പറയുന്നത്. എന്തായിരുന്നു ആ സന്ദർഭം? നമ്മൾ 310-ാമത്തെ ഖുർആൻ ക്ലാസ്സിൽ ഈ സംഭവങ്ങൾ വളരെ വിശദമായി പറഞ്ഞു പോയിട്ടുണ്ട്. മുഹമ്മദ് മദീനയിൽ രാജാവായി വാഴാൻ തുടങ്ങിയ സമയത്ത് മുഹമ്മദിൻ്റെ സ്വന്തം അനുയായികളായ ആളുകൾ പലപ്പോഴും മുഹമ്മദ് പറയുന്നത് അനുസരിക്കുകയോ മുഹമ്മദ് പ്രശ്നപരിഹാരത്തിന് വിളിച്ചാൽ അങ്ങോട്ട് പോവുകയോ ചെയ്തിരുന്നില്ല എന്ന് മാത്രമല്ല, അവർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളും പ്രശ്നങ്ങളും വന്നു കഴിഞ്ഞാൽ തർക്കപരിഹാരത്തിനായി അവർ പ്രാദേശികമായ മറ്റു മന്ത്രവാദികളുടെ അടുത്തേക്കോ അല്ലെങ്കിൽ ജൂത നേതാക്കളുടെ അടുത്തേക്കോ പോവുകയാണ് ചെയ്തിരുന്നത്. മുഹമ്മദിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് ചിലർ അഭിപ്രായം പറഞ്ഞാൽ തന്നെ ഒരു വിഭാഗം ആളുകൾ പറയും മുഹമ്മദിൻ്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല, അങ്ങേര് സ്വജനപക്ഷപാതം ചെയ്യുന്ന ആളാണ്, ന്യായമായ വിധിയൊന്നും നൽകുന്ന ആളല്ല, തട്ടിപ്പാണ്, തരികിടയാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട, നമുക്ക് ജൂത നേതാവായ കഅബ് ഇബ്നു അസ്റഫിൻ്റെ അടുത്ത് പോകാം, അല്ലെങ്കിൽ നമുക്ക് ആ മന്ത്രവാദികളുടെ ആരുടെയെങ്കിലും അടുത്ത് പോകാം, എന്നിട്ട് പ്രശ്നം പരിഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദിനെ മൈൻഡ് ചെയ്യാതെ മറ്റുള്ളവരുടെ അടുത്തേക്ക് പ്രശ്നപരിഹാരത്തിനായി പോകുന്നവർ മുഹമ്മദിൻ്റെ അനുയായികൾക്കിടയിൽ, അൻസാറുകൾക്കിടയിലും മുഹാജിറുകൾക്കിടയിലും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് സൂറത്തു നിസായിലെ ആ ആയത്തുകൾ ഇറങ്ങിയത് എന്നാണ് പറയുന്നത്. സൂറത്തു നിസായിലെ ആയത്തുകൾ ഞാനൊന്ന് വായിക്കാം. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ അനുസരിക്കുക, ദൂതനെയും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക. ഇനി വല്ല കാര്യത്തിലും നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവുകയാണെങ്കിൽ നിങ്ങളത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അതാണ് ഉത്തമവും കൂടുതൽ നല്ല പര്യവസാനമുള്ളതും. നിനക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും നിനക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതിലും തങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ജൽപ്പിക്കുന്ന ഒരു കൂട്ടരെ നീ കണ്ടില്ലേ? ദുർമൂർത്തികളുടെ അടുത്തേക്ക് വിധി തേടിപ്പോകാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. വാസ്തവത്തിൽ ദുർമൂർത്തികളെ അവിശ്വസിക്കുവാനാണ് അവർ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പിശാച് അവരെ ബഹുദൂരം വഴിതെറ്റിക്കുവാൻ ഉദ്ദേശിക്കുന്നു. അള്ളാഹു അവതരിപ്പിച്ചതിലേക്കും ദൂതനിലേക്കും നിങ്ങൾ വരൂ എന്നവരോട് പറയപ്പെട്ടാൽ ആ കപടവിശ്വാസികൾ നിന്നെ വിട്ട് പാടെ പിന്തിരിഞ്ഞു പോകുന്നത് നിനക്ക് കാണാം. എന്നാൽ സ്വന്തം കൈകൾ ചെയ്തു വെച്ചതിൻ്റെ ഫലമായി അവർക്ക് വല്ല ആപത്തും ബാധിക്കുകയും അനന്തരം അവർ നിൻ്റെ അടുത്ത് വന്ന് അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് ഞങ്ങൾ നന്മയും അനുരഞ്ജനവുമല്ലാതെ മറ്റൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുകയും ചെയ്യുമ്പോഴുള്ള സ്ഥിതി എങ്ങനെയായിരിക്കും? അത്തരക്കാരുടെ മനസ്സുകളിൽ എന്താണുള്ളതെന്ന് അള്ളാഹുവിനറിയാം. ആകയാൽ അവരെ വിട്ട് തിരിഞ്ഞു കളയുക, അവർക്ക് സതുപദേശം നൽകുകയും അവരുടെ മനസ്സിൽ തട്ടുന്ന വാക്ക് അവരോട് പറയുകയും ചെയ്യുക. ഇങ്ങനെയായിരുന്നു സൂറത്ത് നിസായിൽ ഈ വാക്യങ്ങൾ അവതരിച്ചത്. അൻസാറുകളായ ചില ആളുകൾ ജൂതന്മാരായ ചില ആളുകളുമായി
ചില തർക്കങ്ങളുണ്ടായി. ഭൂമി സംബന്ധിച്ചുള്ള തർക്കമോ തോട്ടം നനക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമോ എന്തോ ആണ്. എന്തായാലും ആ തർക്കത്തിൽ ജൂതൻ്റെ ആൾക്കാരും പറഞ്ഞു പ്രശ്നം തീർക്കാൻ നമുക്ക് മുഹമ്മദിൻ്റെ അടുത്ത് പോകാം എന്ന്. അതേസമയത്ത് മുസ്ലിമായ അൻസാറിൽപ്പെട്ട ആൾ പറഞ്ഞു മുഹമ്മദിൻ്റെ അടുത്ത് പോകണ്ട, നമുക്ക് ജൂത നേതാവായ കാബ് ബിൻ അസ്റഫിൻ്റെ അടുത്ത് പോകാം, അവിടുന്ന് പ്രശ്നം പരിഹരിക്കുന്നതാവും നല്ലത്, മുഹമ്മദ് പക്ഷഭേദം കാണിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുഹമ്മദിൻ്റെ അനുയായിയായ മുസ്ലിം പറഞ്ഞു എന്നും എന്നാൽ ജൂതൻ മുഹമ്മദിൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞു എന്നുമാണ് അവിടെ പറയുന്നത് ഒരു കഥ. അവസാനം ആ പ്രശ്നം മുഹമ്മദിൻ്റെ അടുത്ത് തന്നെ വന്നു. മുഹമ്മദ് ജൂതൻ അനുകൂലമായി വിധി പറഞ്ഞു. മുഹമ്മദിന് ജൂതൻ്റെ പക്ഷമാണ് ശരിയെന്ന് തോന്നി മുഹമ്മദ് ജൂതൻ അനുകൂലമായിട്ട് വിധി പറഞ്ഞു. അത് പക്ഷേ മറ്റേ ആൾക്ക് അൻസാറായ മുസ്ലിമിന് സ്വീകാര്യമായിരുന്നില്ല. അയാൾ കേസിൻ്റെ അപ്പീലുമായിട്ട് അബൂബക്കറിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ അബൂബക്കർ പറഞ്ഞു അള്ളാൻ്റെ റസൂല് വിധി കൽപ്പിച്ചതിൻ്റെ മേലെ ഒരു വിധി പറയാൻ എനിക്ക് പറ്റില്ല, നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ ഉമ്മറിൻ്റെ അടുത്തെത്തി. ഇവർ രണ്ടാളും കൂടെ കേസും കൊണ്ട് ഉമ്മറിൻ്റെ അടുത്ത് ചെന്ന്. ഉമ്മറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഉമ്മർ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഉമ്മർ പറഞ്ഞു അപ്പോൾ അള്ളാൻ്റെ റസൂല് വിധിച്ചതാണതല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് സ്വീകാര്യമല്ല അല്ലേ എന്ന് ചോദിച്ചു. എന്നാൽ നിങ്ങളവിടെ നിൽക്കി, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഉമ്മർ അകത്ത് പോയി ഒരു വാള് കൊണ്ടുവന്ന് ആ അൻസാറിനെ അങ്ങോട്ട് വെട്ടിയാണ് കൊന്ന്. കാരണം അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വിധി സ്വീകാര്യമല്ല എന്നും പറഞ്ഞിട്ടാണ് ഉമ്മറിൻ്റെ അടുത്തേക്കും അബൂബക്കറിൻ്റെ അടുത്തേക്കും വിധി തേടി പോയിട്ടുള്ളത്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ വിധി അനുസരിച്ചില്ല എന്ന കുറ്റം ചാർത്തിക്കൊണ്ട് ഉമ്മർ അപ്പം തന്നെ അയാളെ വെട്ടിക്കൊന്നു. ജൂതൻ പേടിച്ചിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. അതിന് നഷ്ടപരിഹാരം കിട്ടണമെന്നും പരിഹാരം കാണണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ആ കൊല്ലപ്പെട്ട അൻസാറിൻ്റെ കുടുംബക്കാരും മറ്റുള്ളവരൊക്കെ തമ്മിൽ വലിയ പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി. ആ ഒരു സന്ദർഭത്തിലാണ് ഉമ്മറിനെ അനുകൂലിച്ചുകൊണ്ട് ഉമ്മറിൻ നടപ്പിലാക്കിയ വിധിയെ അനുകൂലിച്ചുകൊണ്ട് ആയത്തുകൾ ഇറങ്ങിയത്. ഇപ്പോൾ നമ്മൾ വായിച്ച സൂറത്തു നൂറിലെ ഈ ആയത്തുകൾ അവതരിച്ചതും അതേ സന്ദർഭത്തിൽ അതേ അവസരത്തിൽ അതേ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. അങ്ങനെ ജൂതനും അൻസാറും തമ്മിലുള്ള ഒരു തർക്കത്തിൽ മുഹമ്മദ് ജൂതൻ അനുകൂലമായി വിധി പറഞ്ഞപ്പോൾ അൻസാറിന് അത് ഇഷ്ടപ്പെടാതിരിക്കുകയും അൻസാറിൻ്റെ ആളുകൾ ഉമ്മറിൻ്റെ അടുത്ത് പരാതിക്ക് പോവുകയും ഉമ്മർ അയാളെ കൊല്ലുകയും ചെയ്തതിൻ്റെ ആ സന്ദർഭത്തിലാണ് ഈ ആയത്തുകൾ ഇറങ്ങിയത് എന്ന് തന്നെയാണ് ചില മുഫസ്സിറുകൾ പറയുന്നത്. എന്നാൽ ഇബ്നു അബ്ബാസ് പറയുന്നത് മറ്റൊരു കഥയാണ്. ഇബ്നു അബ്ബാസ് പറയുന്നത് ഇവിടെ ഉസ്മാൻ്റെ ആളുകളും അലിയും തമ്മിലായിരുന്നു സ്വത്ത് തർക്കം. അങ്ങനെ ഉസ്മാൻ്റെ ആളുകൾ പറഞ്ഞു ഈ പ്രശ്നത്തിൽ വിധി തേടാൻ വേണ്ടി ഈ തർക്കം തീർക്കാൻ വേണ്ടി നമ്മൾ മുഹമ്മദിൻ്റെ അടുത്ത് പോയിട്ട് ഒരു കാര്യമില്ല, കാരണം മുഹമ്മദ് എങ്ങനെയായാലും അലിക്ക് അനുകൂലമായിട്ടേ വിധി പറയുകയുള്ളൂ എന്ന് ഉസ്മാൻ്റെ കൂട്ടക്കാർ പറഞ്ഞു. അപ്പോൾ ഉസ്മാൻ പറഞ്ഞു അങ്ങനെയല്ല, അള്ളാൻ്റെ റസൂലാണ്, അള്ളാൻ്റെ റസൂല് ന്യായമായ വിധി മാത്രമേ പറയുള്ളൂ, അതുകൊണ്ട് അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നവരാണ് നിങ്ങളൊക്കെ എങ്കിൽ അതനുസരിച്ച് അങ്ങോട്ടാണ് നിങ്ങൾ പോകേണ്ടത് എന്ന് ഉസ്മാൻ പറഞ്ഞു. ഉസ്മാൻ അത് പറഞ്ഞപ്പോൾ ഉസ്മാൻ്റെ ആൾക്കാരെല്ലാവരും കൂടെ ഞങ്ങൾ അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ റസൂലിലും വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സത്യം ചെയ്ത് അങ്ങോട്ട് പോകാനൊരുങ്ങി. പക്ഷേ ആ കൂട്ടത്തിൽ കുറച്ച് പേര് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് ഉസ്മാൻ പറഞ്ഞതുപോലും കേൾക്കാതെ അവിടുന്ന് തിരിഞ്ഞു പോയി. അവർ ജൂതന്മാരുടെ അടുത്തേക്കോ അല്ലെങ്കിൽ മന്ത്രവാദികളുടെ അടുത്തേക്കോ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൂട്ടത്തിലൊരു ഭിന്നിപ്പുണ്ടായി. ആ ഭിന്നിപ്പിൻ്റെ സമയത്ത് കാര്യങ്ങൾ കേട്ടറിഞ്ഞ അല്ലെങ്കിൽ ഉസ്മാനിൽ നിന്നും മറ്റും കാര്യങ്ങൾ മനസ്സിലാക്കിയ മുഹമ്മദ് അള്ളാഹുവിൻ്റെ പേരിൽ ഇറക്കിയതാണ് ഈ ആയത്ത് എന്നാണ് ഇബ്നു അബ്ബാസ് പറയുന്നത്. അങ്ങനെ ഉസ്മാൻ പറഞ്ഞത് കേൾക്കാതെ മുഹമ്മദിൻ്റെ അടുത്തേക്ക് വരാതെ മൂടും തിരിഞ്ഞു പോയ ഉസ്മാൻ്റെ സ്വന്തക്കാർ എന്ന് പറയുമ്പോൾ മിക്കവാറും അത് മുഹാജിറുകളിൽപ്പെട്ട ആൾക്കാരായിരിക്കും. അവരെയാണ് അക്രമികളെന്നും അവിശ്വാസികളെന്നും കപടവിശ്വാസികളെന്നും പറഞ്ഞുകൊണ്ട് അള്ളാഹു ഈ ചീത്ത പറയുന്നത് എന്നാണ് ഈ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇനി ഞാൻ ആ വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാം. അവർ പറയുന്നു ഞങ്ങൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന്, പിന്നെ അതിനുശേഷം അവരിൽ ഒരു വിഭാഗം അതാ പിന്മാറിപ്പോകുന്നു, അവർ വിശ്വാസികളല്ല തന്നെ. അപ്പോൾ അള്ളാഹുവിലും റസൂലിനും ഞങ്ങൾ വിശ്വസിക്കുന്നു, അതനുസരിച്ച് ഞങ്ങൾ ചെയ്തോളാം എന്ന് ഉസ്മാൻ്റെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്ത് സത്യം ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ പിന്നെയും അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് പോയിട്ട് കാര്യമില്ല, അപ്പുറത്ത് അലി ആയതുകൊണ്ട്
അലിക്ക് അനുകൂലമായിട്ടേ വിധി വരുള്ളൂ എന്നും പറഞ്ഞിട്ട് പിന്തിരിഞ്ഞു പോയി. അതിനെയാണ് അള്ളാഹു ഇവിടെ ചീത്ത പറയുന്നത്. അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനായി അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും അവർ വിളിക്കപ്പെട്ടാൽ അപ്പോഴതാ അവരിൽ ഒരു വിഭാഗം തിരിഞ്ഞു പോകുന്നു. ന്യായം അവർക്ക് അനുകൂലമാണെങ്കിലോ അവർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വിധേയത്വത്തോടു കൂടി വരികയും ചെയ്യും. അപ്പോൾ ന്യായം അവർക്ക് അനുകൂലമാണ് എന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് അവർ വരും. അതല്ല, അങ്ങനെ ആവാൻ സാധ്യതയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാലോ അവർ വേറെ ആരുടെയെങ്കിലും പിന്നാലെ പോകും. ഇപ്പം മുഹമ്മദിന് അത്രയൊക്കെ അവിടെ നെലിയും വിലയും ഉണ്ടായിരുന്നുള്ളൂ. മദീനയിൽ മുഹമ്മദ് വലിയ രാജാവായി വന്നെങ്കിലും മുഹമ്മദിൻ്റെ കൂടെയുള്ള ആളുകൾക്ക് പോലും മുഹമ്മദിനെ ഒരു നേതാവ് എന്ന നിലക്കിൽ അനുസരിക്കാനുള്ള വിശ്വാസമുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? അതിന് കാരണം സൂറത്ത് നിസായിലെ പ്രസ്തുത വാക്യങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് പലപ്പോഴും പക്ഷപാതപരമായിട്ടും സ്വജനപക്ഷപാതപരമായിട്ടും വിധികൾ കൽപ്പിച്ചിരുന്നു. മാത്രമല്ല മുഹമ്മദ് തന്നെ പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് വന്നിട്ട് കൂടുതൽ വാചകമടിക്കുകയൊക്കെ ചെയ്താൽ ആ വാചകമടിയിൽ വീണ് ഞാൻ തെറ്റായ വിധി കൽപ്പിക്കാറുണ്ട് എന്ന് ബുഖാരിയുടെ ഹദീസിൽ തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല മുഹമ്മദിൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ചോദിച്ചാൽ മണ്ടത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ആ മണ്ടത്തരങ്ങൾ പിന്നീട് മണ്ടത്തരങ്ങളാണ് എന്ന് പ്രായോഗികമായി ബോധ്യപ്പെടുമ്പോൾ മുഹമ്മദ് തനിക്ക് പറ്റിയത് മണ്ടത്തരമാണ് എന്ന് തുറന്നു പറയുകയും ചെയ്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈത്തപ്പന കൃഷിക്കാർ പരാഗണത്തെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞ മണ്ടത്തരം അതിനുദാഹരണമായിട്ട് അവിടെ നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇങ്ങനെ മുഹമ്മദ് തെറ്റായ വിധി നൽകുകയും വാചകമടി കേട്ടിട്ട് അതിൽ വീണുപോവുകയും തെറ്റായ വിധി കൊടുക്കുകയും മണ്ടത്തരങ്ങൾ പറയുകയും ഒക്കെ ചെയ്തിരുന്നത് കൊണ്ടും സ്വന്തക്കാർക്ക് വേണ്ടി എപ്പോഴും മുഹമ്മദ് പക്ഷപാതപരമായിട്ട് പ്രവർത്തിക്കുകയും എല്ലാം ചെയ്ത അനുഭവങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു തർക്കമോ ഡിസ്പ്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ മുഹമ്മദിൻ്റെ അടുത്തേക്ക് വിധി തേടിപ്പോകാൻ മുഹമ്മദിൻ്റെ അനുയായികൾ തന്നെ മടിച്ചിരുന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മുഹമ്മദിൻ്റെ ഈഗോ മുറിപ്പെട്ടിരുന്നു. ആ ഈഗോ ആണ് ഈ പയ്യാരം പറച്ചിലായിട്ടും ചീത്ത പറച്ചിലായിട്ടും അള്ളാഹുവിൻ്റെ വെളിപാടായിട്ട് ഈ പുറത്തേക്ക് വരുന്നത്. അത് ആ സന്ദർഭത്തിൽ ആവർത്തിച്ചതായാലും ശരി, ഉസ്മാൻ്റെ ആൾക്കാരും അലിയും തമ്മിലുള്ള തർക്കത്തിൽ ഉണ്ടായ പ്രശ്നമായാലും ശരി, ഇതൊക്കെ ഇവിടെ മുഹമ്മദിൻ്റെ ഈഗോ ആണ് അള്ളാഹുവിൻ്റെ വെളിപാടായി പുറത്തേക്ക് വരുന്നത്. മുഹമ്മദ് അവിടെ ഒരു നേതാവായി ഉണ്ടായിരിക്കുകയും മുഹമ്മദിൽ വിശ്വസിക്കുന്നു എന്നും പറഞ്ഞ ഒപ്പം കൂടിയ ആളുകൾ തന്നെ സ്വന്തം കാര്യങ്ങൾ വരുമ്പോൾ മുഹമ്മദിനെ അവഗണിച്ചുകൊണ്ട് മറ്റു മന്ത്രവാദികളുടെ അടുത്തേക്കും ജൂത നേതാവായ കാബൂബിൻ അഷ്റഫിൻ്റെ അടുത്തേക്കൊക്കെ പോവുക എന്ന് പറയുന്നത് മുഹമ്മദിന് സഹിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റമായിരുന്നു. ആ സമയത്തുണ്ടായ ഈഗോ തള്ളലാണ് ഈ വാക്യങ്ങളായിട്ട് വെളിപാടുകളായിട്ട് ഈ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അവരുടെ ഹൃദയങ്ങളിൽ വല്ല രോഗവുമുണ്ടോ? അതല്ല അവർക്ക് സംശയം പിടിപെട്ടിരിക്കുകയാണോ? അതല്ല അള്ളാഹുവും അവൻ്റെ റസൂലും അവരോട് അനീതി പ്രവർത്തിക്കുമെന്ന് അവർ ഭയപ്പെടുകയാണോ? അല്ല, അവർ തന്നെയാകുന്നു അക്രമികൾ. നോക്കൂ, ഈ മുഹമ്മദിനെ വിശ്വാസമില്ലാത്തത് കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ മുഹമ്മദിന് പകരം വിശ്വസ്തരായ മറ്റാളുകളുടെ അടുത്തേക്ക് പോകുന്ന ആളുകളെ മുഹമ്മദും മുഹമ്മദിൻ്റെ അള്ളാഹും വിളിക്കുന്ന പേരാണ് വാലിമീൻ, അക്രമികൾ എന്ന്. അക്രമികൾ എന്ന് വിളിച്ചാൽ പിന്നെ അവരെ കഴുത്ത് വെട്ടാനുള്ള അനുവാദമായി കഴിഞ്ഞു. ഇതായിരുന്നു മക്കയിലും മുഹമ്മദ് ചെയ്തത്. മുഹമ്മദ് മദീനയിലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. മുഹമ്മദ് ആരെയൊക്കെയാണോ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നത് അവരെയൊക്കെ മുഹമ്മദ് അക്രമികൾ എന്ന് മുദ്ര കുത്തും. എന്നിട്ട് അവരെ കൊന്നു തീർക്കുക എന്നുള്ളതായിരുന്നു മുഹമ്മദിൻ്റെ പണി. ഉമ്മറും അത് തന്നെയാണ് ചെയ്തത്. അള്ളാഹിൻ്റെ റസൂലിനെ അനുസരിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു അൻസാറിനെ പിടിച്ച് കൊല്ലുകയാണ് ഉമ്മർ ചെയ്തത്. ആ സമയത്താണ് ഉമ്മറിനെ ന്യായീകരിക്കാൻ വേണ്ടി അള്ളാഹു രംഗത്ത് വരുന്നത്. ഉമ്മർ ചെയ്തതാണ് ശരി എന്നും പറഞ്ഞുകൊണ്ടാണ് പിന്നീട് ആയത്ത് വന്നത്. തങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനായി അള്ളാഹുവിലേക്കും റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ സത്യവിശ്വാസികളുടെ വാക്ക് ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയൽ മാത്രമായിരിക്കും. അവർ തന്നെയാണ് വിജയികൾ. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തീർപ്പ് കൽപ്പിക്കാൻ അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് വന്നാൽ, വിളിക്കപ്പെട്ടാൽ അങ്ങോട്ട് വരിക, ഞങ്ങൾ അനുസരിക്കും എന്ന് പറയുക എന്നതാണ് സത്യവിശ്വാസികളുടെ ലക്ഷണം. അങ്ങനെയുള്ളവർ മാത്രമാണ് വിജയികൾ. അല്ലാതെ അവിടെ എന്തെങ്കിലും എതിരഭിപ്രായം പറയുകയോ അവിടെ ഒരു ഭിന്നിപ്പുണ്ടാവുകയോ ചെയ്താൽ അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കാത്തവർ അക്രമികളും റസൂലിനെ അന്ധമായി അനുസരിക്കുന്നവർ വിജയികളുമാണ് എന്നാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. അള്ളാഹുവേയും റസൂലിനെയും അനുസരിക്കുകയും അള്ളാഹുവെ ഭയപ്പെടുകയും അവനോട് സൂക്ഷ്മത പുലർത്തുകയും ചെയ്യുന്നവരാരോ അവർ തന്നെയാണ് വിജയം നേടിയവർ. ഇവിടെ ഉമർ ആ അൻസാറിനെ കൊല ചെയ്ത ആ സംഭവത്തെ തുടർന്നാണ് ഉമറിനെ
ഉമർ ഫാറൂഖ് എന്ന് വിളിക്കാൻ തുടങ്ങിയത് എന്ന് തഫ്സീറുകളിൽ പറയുന്നുണ്ട്. വിവേചന ബുദ്ധിയുള്ള ആൾ എന്ന അർത്ഥത്തിലാണ് ഫാറൂഖ് എന്ന വിശേഷണം ഉമറിന് കിട്ടിയത്. സ്വന്തം അനുയായികളിൽ ഒരാളെ നിസ്സാരമായ ഒരു കാര്യത്തിന് കഴുത്തറുത്ത് കൊന്ന, ഒരു വിചാരണയും കൂടാതെ കഴുത്തറുത്ത് കൊന്ന ഉമറിനെ അങ്ങനെ ഒരു ചെയ്തിയുടെ പേരിൽ ഫാറൂഖ് എന്ന ബഹുമതി നൽകി ആദരിക്കുകയും ഉമറിനെ ആദരിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും ആ പ്രവൃത്തിയെ ന്യായീകരിച്ചുകൊണ്ടും ആയത്തുകൾ ഇറക്കുകയാണ് മുഹമ്മദിൻ്റെ അള്ളാഹു ചെയ്തത്. എങ്ങനെയാണ് ഇസ്ലാമും പ്രവാചകനും മദീനയിൽ അധികാരമുറപ്പിച്ചത് എന്നും എങ്ങനെയാണ് ഈ ഫാസിസം അവിടെ നടപ്പിലാക്കിയത് എന്നതിൻ്റെയും നല്ല ലക്ഷണമൊത്ത ഉദാഹരണമാണിത്. അഭിപ്രായ ഭിന്നതകൾ വന്നാൽ അത് സമാധാനപരമായി പറഞ്ഞു തീർക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൺവിൻസ് ചെയ്യിക്കുക എന്ന ജനാധിപത്യത്തിൻ്റെ സംസ്കാരമല്ല, മറിച്ച് അന്ധമായി അനുസരിക്കുക, ഇല്ലെങ്കിൽ കഴുത്തറക്കുക. ഇതായിരുന്നു ഇസ്ലാമിൻ്റെ രീതിശാസ്ത്രം. അത് കൃത്യമായി നടപ്പിലാക്കിയ ഉമറിന് ബഹുമതി നൽകി സമ്മാനം കൊടുത്തുകൊണ്ട് ആയത്തിറക്കുകയാണ് അള്ളാഹു റസൂലും ചെയ്തത്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? മുസ്ലിം വിശ്വാസികൾക്കിടയിൽ എന്തെങ്കിലും തർക്കമോ പ്രശ്നമോ ഉണ്ടായാൽ അവരെന്ത് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്? അവർ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അടുത്തേക്ക് പോകണം. അവിടെ പോയിട്ട് അള്ളാഹിൻ്റെ റസൂല് അതിന് പരിഹാരം പറയും, അതനുസരിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഖുർആൻ ഇറങ്ങിയത് മുഹമ്മദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് മുഹമ്മദിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണോ, അതോ മുഹമ്മദും അള്ളാഹു ഒക്കെ മരിച്ചതിന് ശേഷം ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാർക്ക് പ്രശ്നപരിഹാരത്തിനാണോ? മുഹമ്മദും അള്ളാഹു മരിച്ചതിന് ശേഷം മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എവിടെ പോകണമെന്നാണ് ഇതനുസരിച്ച്, ഈ ഖുർആൻ അനുസരിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. അതിന് മൗദൂദിയൊക്കെ പറയുന്ന ഉത്തരം, മൗദൂദിയല്ല, ഇസ്ലാമിക പണ്ഡിതന്മാർ കണ്ടെത്തിയിട്ടുള്ള ഉത്തരം, അള്ളാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ കിതാബ് നോക്കിയിട്ട് പ്രശ്നം പരിഹരിക്കുക എന്നാണ് അർത്ഥം എന്നാണ്. എന്നാൽ അള്ളാഹി റസൂലാണ് മരിച്ചങ്ങോട്ട് വീണ ആ നിമിഷം മുതൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ മയ്യത്ത് കബറടക്കുന്നതിന് മുമ്പ്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ എന്ന് ഞാൻ പറയുന്നത് രണ്ടും സയാമീസ് ഇരട്ടകളായിരുന്നത് കൊണ്ടാണ്. ഒന്ന് മരിച്ചാൽ മറ്റേതും മരിക്കും, ആ രീതിയിലുള്ള ഇരട്ടകളായിട്ടാണ് ഇത് ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹി റസൂൽ എന്ന് പറയുന്നത്. അള്ളാഹി റസൂൽ മരിച്ച് മയ്യത്ത് മറവ് ചെയ്യുന്നതിന് മുമ്പ് പ്രശ്നം തുടങ്ങി. എന്ത് പ്രശ്നമാണ് തുടങ്ങിയത്? ഇനി പ്രശ്നം പരിഹരിക്കാൻ ആരെടുത്തേക്കാണ് പോകേണ്ടത് എന്ന പ്രശ്നം ആണ് അവിടെ ഉണ്ടായത്. ഇവിടെ പ്രശ്നമുണ്ടായാൽ നിങ്ങൾ അള്ളാഹി റസൂലിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പ്രശ്നം പരിഹരിക്കുക എന്നാണ് ഖുർആൻ പറയുന്നത്. പക്ഷേ അള്ളാഹി റസൂൽ മരിച്ചതിന് ശേഷം മയ്യത്ത് പോലും കബറടക്കുന്നതിന് മുമ്പ് പുതിയ പ്രശ്നം തുടങ്ങി. എന്ത് പ്രശ്നം തുടങ്ങിയത്? ഇനി ആരെടുത്തേക്കാണ് പോകേണ്ടത് എന്ന പ്രശ്നമാണ് ഉണ്ടായത്. അതായത് അള്ളാഹിൻ്റെ റസൂൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉമ്മത്തിനെ നയിക്കാൻ ആര് എന്നതായിരുന്നു പ്രശ്നം. ഭരണാധികാരി ആര്, ഇതുപോലെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധി നൽകുന്ന ആളാര് എന്നതായിരുന്നു പ്രശ്നം. ആ പ്രശ്നത്തിലാണ് അടി തുടങ്ങിയത്. ആ അടി കാരണമാണ് അള്ളാഹി റസൂലിൻ്റെ മയ്യത്ത് അവിടെ കിടന്നത് 2-3 ദിവസം. അവിടെ തിരിഞ്ഞു നോക്കാൻ പോലും ആളുണ്ടായിരുന്നില്ല. അന്ന് തുടങ്ങിയ അടിയാണ് മുസ്ലിം ലോകത്ത് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഇന്നും അവസാനിക്കാത്ത കുടിപ്പകയായും തീർത്താൽ തീരാത്ത അടിയായും നിലനിൽക്കുന്നത്. ഇസ്ലാം അന്ന് തന്നെ രണ്ടായി പിളർന്നു. ആ രണ്ടായി പിളർന്ന ഇസ്ലാമിൻ്റെ 2 കഷ്ണങ്ങളും പിന്നീട് 1,000 കഷ്ണങ്ങളായി പിളർന്നു. എല്ലാം പിളരുന്നത് എന്തിൻ്റെ പേരിലാണ്? ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ പ്രശ്നം തീർക്കാൻ അള്ളാഹി റസൂലിൻ്റെയും അടുത്തേക്ക് പോകുന്നതാണ് പ്രശ്നം. കാരണം അള്ളാഹി റസൂലും ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് അള്ളാഹി റസൂൽ അന്ന് പറഞ്ഞ കാര്യങ്ങളിലേക്ക്, കിതാബുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കിതാബുകളിൽ കാണുന്ന വൈരുദ്ധ്യങ്ങൾ, ആ വൈരുദ്ധ്യങ്ങൾ കാരണമാണ് അള്ളാഹി റസൂലിൻ്റെ അടുത്തേക്ക് പ്രശ്നം പരിഹരിക്കാൻ പോയവരൊക്കെ ഇന്നും തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തമ്മിലടിക്കുള്ള പരിഹാരം അന്ന് ഉമർ നടപ്പിലാക്കിയ പരിഹാരം മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ടാണ് മുഹമ്മദിൻ്റെ മരണശേഷം ഇസ്ലാം 2-3 കഷ്ണങ്ങളായി പിളർന്ന് ഓരോ കഷ്ണവും ഏത് കഷ്ണമാണ് ശരി എന്നറിയാൻ വാളുകൊണ്ട് മാത്രം തീർപ്പ് കൽപ്പിക്കുന്ന രീതിശാസ്ത്രം അവലംബിച്ചത്. അങ്ങനെയാണ് പിന്നെ ചരിത്രം ഉണ്ടാവുന്നത്. ആ ചരിത്രത്തിൽ മുസ്ലിങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയിട്ടാണ് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീണത്. സത്യവിശ്വാസികൾ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടാണ് പിന്നീട് ചരിത്രം മുന്നോട്ട് പോയത്. കാരണം ഒരു പ്രശ്നത്തിനും തർക്കരഹിതമായ പരിഹാരം അള്ളാഹുവിൻ്റെ കിതാബിലോ റസൂലിൻ്റെ കിതാബിലോ ഇല്ല എന്ന് മാത്രമല്ല,
പരിഹാരം തേടി ഏത് നിസ്സാര വിഷയത്തിലായാലും പരിഹാരം തേടി ഈ കിതാബുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പരിഹാരം ഉണ്ടാവുന്നതിന് പകരം കൂടുതൽ ഭിന്നിപ്പും കൂടുതൽ തർക്കവും കൂടുതൽ അടിപിടിയും ഉണ്ടാവാനുള്ള മരുന്നുകൾ മാത്രമേ ഇതിനകത്തുള്ളൂ. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഖുർആനിൽ എഴുതി വെച്ചിട്ടുള്ളത്, ഹദീസിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഖുർആനും ഹദീസും തമ്മിൽ വൈരുദ്ധ്യം, ഖുർആനും തമ്മിൽ വൈരുദ്ധ്യം, ഹദീസും തമ്മിൽ വൈരുദ്ധ്യം. ഈ വൈരുദ്ധ്യങ്ങൾക്കിടയിൽ നിന്ന് എങ്ങനെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുക, എങ്ങനെയാണ് തർക്കങ്ങൾ പരിഹരിക്കുക, ഇതാണ് അടിസ്ഥാനപരമായ തർക്ക വിഷയം. ഇനി മനുഷ്യർക്കിടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ വളരെ പ്രത്യക്ഷത്തിൽ ഈ ഖുർആനിലും ഹദീസിലും പറഞ്ഞ പ്രശ്നങ്ങൾ മാത്രമായിരിക്കുമോ? അല്ല. അതുമായി ഒരു ബന്ധവുമില്ലാത്ത എത്രയോ പ്രശ്നങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കും. കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അതിൽ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അപ്രസക്തമാവുകയും പുതിയ പ്രശ്നങ്ങൾ മാത്രമായി മാറുകയും ചെയ്യുന്നു എന്നതാണ് ലോകത്തിൻ്റെ അവസ്ഥ. ഇന്ന് ജീവിക്കുന്ന മനുഷ്യരുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളൊന്നും ഈ അള്ളാൻ്റെ കിതാബിലോ റസൂലിൻ്റെ കിതാബിലോ പരാമർശിക്കപ്പെട്ട വിഷയങ്ങളേ അല്ല. അന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് ഇന്ന് മനുഷ്യരുടെ മുമ്പിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ആ വിഷയങ്ങളിൽ തർക്കം വന്നു കഴിഞ്ഞാൽ ഈ കിതാബുകളിൽ നോക്കിയിട്ട് മനുഷ്യരെങ്ങനെയാണ് തർക്കം പരിഹരിക്കുക? ഇവിടെ മനുഷ്യർക്ക് തർക്കം പരിഹരിക്കാൻ മനുഷ്യർ കണ്ടെത്തിയ മാർഗം ജനാധിപത്യത്തിൻ്റെ മാർഗമാണ്. പരസ്പരം വട്ടമേശയ്ക്ക് ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്ത് അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് എല്ലാവർക്കും സ്വീകാര്യമായ തീരുമാനങ്ങൾ ഉണ്ടാക്കുക. അവസാനം ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം മറ്റുള്ളവർ അംഗീകരിക്കുക. ഈ രീതിയിലാണ് ഇന്ന് പരിഷ്കൃത ലോകം മുന്നോട്ട് പോകുന്നത് ഏത് വിഷയത്തിലായാലും. അതല്ലാതെ ഇന്ന് എന്തെങ്കിലും ഒരു തർക്കമുണ്ടായിക്കഴിഞ്ഞാൽ കിതാബ് നോക്കാൻ പോയാൽ എന്താണ് അവസ്ഥ? ഞാൻ ഇന്ന് നടക്കുന്ന തർക്കങ്ങളിൽ നിന്ന് തന്നെ ഉദാഹരണങ്ങൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ മിനിഞ്ഞാന്നോ ഇന്നലെയോ ഒരു സംവാദം നടന്നു സുന്നികളും മുജാഹിദുകളും തമ്മിൽ. എന്തായിരുന്നു തർക്ക വിഷയം? നബിദിനം ആഘോഷിക്കുന്നത് ബിദ്അത്തോ ഇബാദത്തോ? ഇതായിരുന്നു തർക്കം. മുജാഹിദുകൾ പറഞ്ഞു നബിദിനം ആഘോഷിക്കുന്നത് ബിദ്അത്താണ്. അത് അള്ളാൻ്റെ റസൂലിൻ്റെ കാലത്തോ സഹാബികളുടെ കാലത്തോ താബികളുടെ കാലത്തോ ഒന്നും നബിദിനം ആഘോഷിച്ചിട്ടില്ല, നബിയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. അതുകൊണ്ട് നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നത്, പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത് ബിദ്അത്താണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മതവിധികൾക്കെതിരായിട്ടുള്ള പുത്തൻ വാദങ്ങൾ എന്നാണ് അർത്ഥം. അത് പിഴച്ച വാദമാണ്, അത് മതവിധിക്കെതിരാണ് എന്നതാണ് ബിദ്അത്ത്. ഇത് മുജാഹിദുകൾ പറയുമ്പോൾ സുന്നികൾ മറുചോദ്യം ചോദിക്കുകയാണ് മുജാഹിദുകളോട്. അള്ളാൻ്റെ റസൂലിൻ്റെ കാലത്തോ സഹാബികളുടെ കാലത്തോ താബികളുടെ കാലത്തോ മുജാഹിദ് പോലുള്ള സംഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? മതസംഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ നിങ്ങൾ മുജാഹിദ് പറഞ്ഞ് മതസംഘടന ഉണ്ടാക്കിയത് ബിദ്അത്തല്ലേ എന്നാണ് സുന്നികൾ മറുചോദ്യം ചോദിച്ചത്. അപ്പോൾ അതിന് മുജാഹിദുകൾ പറയുന്ന മറുപടി, ഒരു മുട്ടുന്യായം പറയുന്നത്, ഞങ്ങൾ സംഘടന ഉണ്ടാക്കിയത് ഒരു ഇബാദത്തുമായി ബന്ധപ്പെട്ട വിഷയമല്ല, എന്നാൽ നിങ്ങളുടെ നബിദിനാഘോഷം ഒരു ഇബാദത്താണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമേ അത് ബാധകമാവൂ എന്ന ന്യായം മുജാഹിദുകൾ ഉന്നയിച്ചു. അപ്പോൾ അവരുടെ മറുവാദം, അപ്പോൾ നിങ്ങൾ ഈ സംഘടനകളുടെ കീഴിൽ പള്ളികൾ ഉണ്ടാക്കുന്നു, സംഘടനയുടെ കീഴിൽ മദ്രസകൾ ഉണ്ടാക്കുന്നു, സംഘടനയുടെ കീഴിൽ നിങ്ങൾ മതപ്രബോധനം നടത്തുന്നു. ഈ പള്ളി ഉണ്ടാക്കലും മദ്രസ ഉണ്ടാക്കലും മതപ്രബോധനം നടത്തലുമൊക്കെ ഇബാദത്തിൽപ്പെട്ട കാര്യമല്ലേ? അതെല്ലാം സംഘടനയുടെ കീഴിൽ സംഘടനയുടെ നിയന്ത്രണത്തിൽ നടത്തുമ്പോൾ ഇബാദത്ത് തന്നെയല്ലേ സംഘടന നടത്തുന്നത്? അപ്പോൾ അത് ബിദ്അത്തല്ലേ എന്ന മറുചോദ്യം സുന്നികൾ ചോദിച്ചു. അതിന് മുജാഹിദുകൾക്ക് മറുപടിയില്ല. ഇങ്ങനെ നിസ്സാരമായ കാര്യങ്ങളിൽ പോലും ഇവർ തമ്മിൽ ഇതുപോലെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സംഘടന ഉണ്ടാക്കിയോ ഇല്ലേ, ഉണ്ടാക്കാൻ പാടുണ്ടോ ഇല്ലേ എന്ന് നോക്കി നമ്മൾ കിതാബിലേക്ക് പോയി കഴിഞ്ഞാൽ മുഹമ്മദ് നബിയുടെ കാലത്ത് സംഘടന ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ സംഘടന ഉണ്ടാക്കാൻ പാടുണ്ടോ ഇല്ലേ തർക്ക വിഷയമായി. അപ്പോൾ ഒരു വിഭാഗം പറയുകയാണ് സംഘടന ഉണ്ടാക്കാൻ പാടില്ല, അത് ബിദ്അത്താണ്. സംഘടനകൾ ബിദ്അത്ത് എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ എൻ്റെ കയ്യിലുണ്ട്. അതൊരു മുസ്ലിം പണ്ഡിതൻ എഴുതിയതാണ്. എല്ലാ സംഘടനകളും ബിദ്അത്താണ്, അതൊന്നും ഇസ്ലാമിന് യോജിച്ചതല്ല, ഇസ്ലാം വിധിക്കെതിരാണ് എന്ന് പറയുന്ന വാദമുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ. എന്നാൽ 900 സംഘടനകളുണ്ട്. ഈ സംഘടനകൾ ബിദ്അത്തോ അല്ലേ? ചർച്ചാ വിഷയമാണ്. ഇവിടെ അതെടുത്തിട്ടാണ്
നബിദിനം ആഘോഷിക്കുന്നതിൽ കുഴപ്പമില്ല. നബിദിനത്തിൻ്റെ കീഴിൽ നമ്മൾ നടത്തുന്നത് സലാത്തും നിസ്കാരവും മറ്റു കാര്യങ്ങളും ദാനവും ധർമ്മവും ഒക്കെ അല്ലേ, അതൊക്കെ ഇബാദത്തല്ലേ. പിന്നെന്താണ് നബിദിനം ആഘോഷിക്കുന്നതിൽ കുഴപ്പം? നിങ്ങൾ സംഘടനയുടെ കീഴിൽ ഇബാദത്ത് നടത്തുന്നു, നബിദിനാഘോഷത്തിൻ്റെ കീഴിൽ ഞങ്ങളും ഇബാദത്ത് നടത്തുന്നു, എന്താ വ്യത്യാസം എന്നാണ് സുന്നികൾ ചോദിക്കുന്നത്. ഈ രണ്ട് ചോദ്യങ്ങളും ഒരിക്കലും അവസാനിക്കാത്ത വിധത്തിൽ ഉത്തരം കിട്ടാത്ത രീതിയിൽ അങ്ങനെ സമാന്തരമായി പോവുകയുള്ളൂ. ഒരിക്കലും അവിടെ തീർപ്പുണ്ടാവില്ല. കാരണം എന്താണ്? പ്രശ്നപരിഹാരം തേടി കിതാബിലേക്ക് പോയി കഴിഞ്ഞാൽ കിതാബിൽ ഉത്തരമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ന് നിങ്ങൾ അള്ളാഹിൻ്റെ അടുത്ത് റസൂലിൻ്റെ അടുത്തേക്ക് വരിയുമെന്ന് ഈ ഖുർആനിൽ പറഞ്ഞതുകൊണ്ട് എന്താ കാര്യം? അള്ളാഹ് റസൂൽ എവിടെ ഉണ്ട്? ഇന്ന് തർക്കം തീർക്കാൻ ജീവിച്ചിരിപ്പുണ്ടോ? അവർ മരിച്ചു പോയില്ലേ? അപ്പം മുഹമ്മദ് ജീവിച്ചിരിക്കുമ്പോൾ അന്നത്തെ ആളുകൾക്ക് മാത്രം പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഖുർആനിൽ എഴുതി വെച്ചിട്ട് അത് ലോകാവസാനം വരേക്കുള്ള മനുഷ്യർക്കുള്ള മാർഗദർശനമാണ് എന്ന് പറഞ്ഞാൽ അതിൽ പരം വൈരുദ്ധ്യം വേറെ എന്താ ഉള്ളത്? അതിൽ പരം മണ്ടത്തരം വേറെ എന്താ ഉള്ളത്? ഈ കിതാബ് നോക്കിയിട്ട് ആധുനിക മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ? ഇനി മുജാഹിദുകൾ തമ്മിലുള്ള ഒരു പ്രശ്നം, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, മുജാഹിദുകൾ തമ്മിലുള്ള ഇന്ന് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണ്? അള്ളാഹിൻ്റെ റസൂലിന് ജിന്ന് ബാധിച്ചു, കൂടോത്രം ബാധിച്ചു, അള്ളാഹിൻ്റെ റസൂലിന് 6 മാസം സൂക്കടായി എന്ന് പറയുന്ന ആയിഷയുടെ ഹദീസ് അവിടെ കിടപ്പുണ്ട് സഹീഹുൽ ബുഖാരിയിൽ. അപ്പോൾ മുജാഹിദിൽ ഒരു വിഭാഗം, മർക്കസു ദൈവ വിഭാഗത്തിൽപ്പെട്ട മുജാഹിദുകൾ പറയാണ് ആ ഹദീസ് എടുക്കാൻ പറ്റില്ല, കാരണം അത് ഖുർആനെതിരാണ്. കാരണം ഖുർആനിൽ മക്കയിലെ മുശ്രിക്കുകൾ മുഹമ്മദിന് ജിന്ന് ബാധിച്ചിട്ടുണ്ട് എന്ന് ആരോപണം ഉന്നയിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് മുഹമ്മദ് ജിന്ന് ബാധിച്ചവനല്ല എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഹദീസ് ഖുർആൻ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മർക്കസു ദൈവക്കാർ ആ ഹദീസ് തള്ളണം എന്ന് പറയുന്നത്. നോക്കൂ, ഖുർആനും ഹദീസും തമ്മിലാണ് വൈരുദ്ധ്യം. അപ്പോൾ ഇപ്പുറത്തെ വിസ്ഡം മുജാഹിദുകാർ പറയാണ് ബുഖാരി ഹദീസൊന്നും തള്ളാൻ പറ്റില്ല, അതൊക്കെ നമ്മുടെ പ്രമാണമാണ്. മക്കയിൽ അന്നത്തെ ആൾക്കാർക്ക് മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ഖുർആനിൽ, അല്ലാതെ നബിക്ക് ഒരു കാലത്തും സിഹ്ർ ബാധിക്കൂല എന്ന് അതിനർത്ഥമില്ല എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഈ ഹദീസ് തള്ളാൻ പാടില്ല എന്ന വാദം വിസ്ഡം മുജാഹിദുകാർ ഉയർത്തുന്നത്. ലോകാവസാനം വരെ തീരുമോ ഈ തർക്കം? ഖുർആനും ഹദീസും തമ്മിലാണ് വൈരുദ്ധ്യം. അപ്പോൾ മുഹമ്മദ് നബിക്ക് ജിന്ന് അല്ലെങ്കിൽ ചെയ്ത്താൻ ബാധിച്ച്, കൂടോത്രം ബാധിച്ച്, മാരകമായ അസുഖം ബാധിച്ചു എന്ന് പറയുന്ന ഹദീസ് ബുഖാരിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, സഹീഹായ ഹദീസ്. എന്നാൽ മുഹമ്മദ് നബിക്ക് ജിന്ന് ബാധിക്കുകയില്ല, കൂടോത്രം ബാധിക്കുകയില്ല എന്ന ഖുർആൻ വാക്യം ഖുർആനിൽ അവിടെ കിടക്കുന്നു. ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യം. ആ വൈരുദ്ധ്യത്തിൽ നിന്ന് ഒന്നെടുത്ത് മാറ്റണം, ഖുർആൻ എടുത്ത് മാറ്റാൻ പറ്റൂല, അതുകൊണ്ട് ഹദീസ് അങ്ങ് തള്ളാം എന്ന് മർക്കസു ദൈവ മുജാഹിദുകൾ ഇപ്പോൾ പറയുന്നു. മറ്റേ മുജാഹിദുകൾ പറയുന്നു, വിസ്ഡം മുജാഹിദുകൾ പറയുന്നു ഹദീസും പ്രമാണമാണ്, ഖുർആനും പ്രമാണമാണ്, രണ്ടും വൈരുദ്ധ്യം ഉണ്ടെങ്കിലും തള്ളാൻ പറ്റൂല, വൈരുദ്ധ്യമൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇല്ലാണ്ടാക്കാം വ്യാഖ്യാനിച്ചിട്ട് എന്നാണ് ഇവർ പറയുന്നത്. ആ ഖുർആനിലാണ് പറയുന്നത് നിങ്ങൾ തമ്മിൽ തർക്കമുണ്ടായോ നിങ്ങൾ അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെ അടുത്തേക്ക് വരീൻ. ഇതാണ് എം അക്ബറിനോട് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ ചോദിച്ചത്. ഇസ്ലാം അജയ്യം അന്യൂനം എന്ന് നിങ്ങൾ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു, നിങ്ങൾ ഓരോ പ്രശ്നത്തിലും തർക്കിച്ച് കാക്കത്തൊള്ളായിരം ഗ്രൂപ്പുകളായി തെരുവിൽ തല്ലുന്നു ഇസ്ലാം, അതെങ്ങനെ അന്യൂനവും അജയ്യവുമായ ഒരു സാധനത്തിൽ ഇങ്ങനെ ഭിന്നിപ്പുണ്ടാവുമോ? അതിന് എം അക്ബർ പറഞ്ഞ മറുപടി, അതൊക്കെ തീർക്കാൻ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് പോകൂ എന്ന ഈ ഖുർആൻ വാക്യമാണ്. പോകാൻ അള്ളാഹു റസൂൽ എവിടെ? കിതാബുകളിലേക്ക് പോകൂ എന്നാണ് അർത്ഥമെങ്കിൽ ആ കിതാബുകളിലുള്ള വൈരുദ്ധ്യങ്ങളാണ് തർക്ക വിഷയം. ആ വൈരുദ്ധ്യങ്ങൾ പരിഹരിക്കാൻ പിന്നെ ഈ കിതാബിലേക്ക് തന്നെ എങ്ങനെ പോകും? ഇതാണ് പ്രശ്നം. അപ്പോൾ അള്ളാഹു റസൂലും ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം, വല്ല ഭൂമി തർക്കമോ അല്ലെങ്കിൽ തോട്ടം നനയ്ക്കണ തർക്കമോ എന്തെങ്കിലും, അല്ലെങ്കിൽ മതവിശ്വാസവുമായും ആചാരാനുഷ്ഠാനവുമായും എന്തെങ്കിലും തർക്കമോ ഒക്കെ ഉണ്ടായാൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്ത് പോയാൽ റസൂൽ ഒരു കാര്യം അങ്ങോട്ട് പറയും, അള്ളാഹിൻ്റെ പേരിൽ അങ്ങോട്ട് പറയും, പറഞ്ഞാൽ പിന്നെ കണ്ണും പൂട്ടി അതങ്ങ് അനുസരിച്ചോളണം എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ അള്ളാഹു റസൂലും ജീവിച്ചിരിപ്പില്ലാത്ത ഈ കാലത്ത് മനുഷ്യർക്ക് മുമ്പിൽ ഇതുപോലുള്ള തർക്കങ്ങൾ ഉയർന്നു വന്നാൽ അള്ളാഹു റസൂലിൻ്റെ അടുത്തേക്ക് എങ്ങനെയാണ് പോവുക? രണ്ടാളും ജീവിച്ചിരിപ്പില്ല. ഈ കിതാബിലേക്ക് പോയാലുള്ള അവസ്ഥ തർക്ക വിഷയം തന്നെ കിതാബുകളാണ്, കിതാബിലെ വൈരുദ്ധ്യങ്ങളാണ് തർക്കമെങ്കിൽ ഈ കിതാബ് പിന്നെ എങ്ങനെയാണ് ആ തർക്കം പരിഹരിക്കുക? അതാണ് ഈ മതത്തിൻ്റെ പ്രശ്നം. അത് തന്നെയാണ് ഈ മതം നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി. അള്ളാഹു റസൂൽ മരിച്ച നിമിഷം മുതൽ ഈ നിമിഷം വരെയും മുസ്ലിങ്ങൾ പരസ്പരം പോരടിക്കുന്നത് ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ തർക്കം ഉന്നയിച്ചുകൊണ്ടാണ്. തർക്കം പരിഹരിക്കാൻ ഒരു മാർഗവും ഇവരുടെ കയ്യിലില്ല. യുക്തി കൊണ്ട് പരിഹരിക്കാം എന്ന് പറഞ്ഞാലോ യുക്തിക്ക് പരിമിതിയുണ്ട്, അതുകൊണ്ട് യുക്തിയും കോമൺ സെൻസൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഈ വിസ്ഡം ജിഹാദികൾ ഇപ്പോൾ പറയുന്നത്. എന്നാൽ മനുഷ്യന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇതിനേക്കാളൊക്കെ എത്രയോ സങ്കീർണമായ പ്രശ്നങ്ങളും തർക്കങ്ങളും മനുഷ്യർ
ചർച്ചയിലൂടെ ജനാധിപത്യത്തിൻ്റെ മാർഗത്തിലൂടെ പരിഹരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അവിടെ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും, വിശദമായ ചർച്ചകൾ നടത്തേണ്ടി വരും, അവസാനം ഭൂരിപക്ഷത്തെ അംഗീകരിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് മനുഷ്യർ മുന്നോട്ട് പോകുന്നത്. അതേ മനുഷ്യർക്ക് സാധ്യമാവൂ, സാമൂഹ്യ ജീവിതത്തിൽ അതേ സാധ്യമാവും. അല്ലാതെ ഒരു ഏകാധിപതിയെ സ്ഥാപിച്ചുകൊണ്ട് അയാൾ പറയുന്ന എന്ത് മണ്ടത്തരവും കണ്ണടച്ച് വിശ്വസിക്കുകയും അയാൾ പറയുന്ന മണ്ടത്തരങ്ങളെ എതിർക്കുന്നവരുടെയൊക്കെ തലവെട്ടുകയും ചെയ്യുക എന്ന ഇസ്ലാമിൻ്റെ രീതി മനുഷ്യത്വരഹിതമാണ്. ആധുനിക മനുഷ്യൻ അതിനെ പ്രാകൃതമായിട്ടാണ് കാണുന്നത്. ആ പ്രാകൃതത്വത്തിലാണ് ഇസ്ലാം എന്ന് പറയുന്ന ഈ സാധനം വേരൂന്നി നിൽക്കുന്നത്. ഇവിടെ ഉസ്മാൻ്റെ ആളുകൾക്കിടയിലുണ്ടായ ഈ തർക്കത്തിൽ ഉസ്മാൻ ആദ്യം കുറച്ച് ആളുകളെയും കൂട്ടിയിട്ട് സത്യം ചെയ്തു എന്നാണ് പറയുന്നത്. ഉസ്മാൻ സ്വോർ സോളംലി ബൈ അള്ളാഹ് ദാറ്റ് ഇഫ് ദ ഓർഡർ ദം ദേ വിൽ ഗോ ഫോർ ഹി വിൽ ഗീവ് അപ്പ് ആൾ ഹിസ് വെൽത്ത്. ആ തർക്കത്തിൽ അള്ളാൻ്റെ റസൂല് വിധി കൽപ്പിക്കുകയാണെങ്കിൽ അതനുസരിച്ച് സ്വന്തം സ്വത്തുക്കൾ ഉപേക്ഷിക്കാൻ വരെ ഞങ്ങൾ തയ്യാറാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉസ്മാൻ സത്യം ചെയ്തു എന്നാണ് പറയുന്നത്. എന്നാൽ അങ്ങനെ സത്യം ചെയ്ത ആളുകളിൽ തന്നെ ഒരു വിഭാഗം ആളുകളാണ് പിന്നീട് നബീൻ്റെ അടുത്തേക്ക് പോകണ്ടെന്നും പറഞ്ഞിട്ട് തിരിഞ്ഞു പോയതും ജൂതന്മാരുടെ അടുത്തേക്കോ അല്ലെങ്കിൽ മന്ത്രവാദികളുടെ അടുത്തേക്കോ തീർപ്പിന് പോയതും അവരാണ് എന്നാണ് പറയുന്നത്. അവരോടുള്ള കലിപ്പ് കാരണമാണ് അള്ളാഹു ഈ ആയത്തൊക്കെ ഇറക്കിയിട്ടുള്ളത്. എന്തായാലും ഉസ്മാൻ്റെ സ്വന്തം ആൾക്കാർ പോലും മുഹമ്മദിനെ അനുസരിക്കാൻ തയ്യാറായിരുന്നില്ല. തർക്കങ്ങളിൽ മുഹമ്മദിൽ നിന്ന് നീതി കിട്ടുമെന്നവർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് ഇവിടെ നമ്മൾ വരികൾക്കിടയിൽ നിന്നും വായിക്കുന്ന ഒരു വസ്തുത. ഇത് മുഹമ്മദിൻ്റെ മദീന ചരിത്രത്തിലുടനീളം നമുക്ക് കാണാം. മുഹമ്മദ് പല കാര്യങ്ങളിലും പക്ഷപാതപരമായിട്ട് ഇടപെടുകയും അനീതി പ്രവർത്തിക്കുകയും ഒരു വിഭാഗത്തോട് അന്യായം പ്രവർത്തിക്കുകയും അൻസാറുകളോട് ചതി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തതായിട്ട്, കരാർ ലംഘനം നടത്തുകയും ഒക്കെ ചെയ്തതായിട്ട് നമുക്ക് കാണാം. അത്തരം സന്ദർഭങ്ങളിലൊക്കെ മുഹമ്മദിൻ്റെ ഷർട്ടിൻ്റെ കോളർ പിടിച്ചുകൊണ്ട് മുഹമ്മദിനെ ഉന്തുകയും തള്ളുകയും കയ്യേറ്റം ചെയ്യുകയും വരെ ചെയ്തു എന്ന് പറയുന്ന ഹദീസുകൾ ബുഖാരിയിലും മറ്റും കാണാം. ഈ യുദ്ധം കഴിഞ്ഞിട്ട് സ്വത്തോരി വെക്കുന്നൊക്കെ സമയത്ത് അൻസാറുകളെയും മുഹാജിറുകളെയും തമ്മിൽ പക്ഷഭേദം കാണിച്ചു മുഹമ്മദ്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അൻസാറുകൾ വന്നിട്ട് മുഹമ്മദിനെ കയ്യേറ്റം ചെയ്തു എന്ന് പറയുന്ന ഹദീസ് വരെയുണ്ട്. ഇതാണ് മുഹമ്മദിൻ്റെ പ്രവാചകത്വത്തിൻ്റെ പോരിശാന്ന് പറയുന്നത്. ഈ വസ്തുതകളൊന്നും മനസ്സിലാക്കാതെ കണ്ണും പൂട്ടി ഈ മദ്രസ പാഠപുസ്തകങ്ങൾ മാത്രം പഠിച്ച് ഈ മതത്തിൽ വിശ്വസിച്ച് പോരുന്ന ആളുകൾക്ക് ഈ ചരിത്രമൊന്നും അറിയില്ല. ആ സാധുക്കൾ ഇതൊക്കെ ഇങ്ങനെ വിശ്വസിച്ച് പോവാണ്. പക്ഷേ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ, ഈ ഖുർആനും ഇതിൻ്റെ പശ്ചാത്തല സന്ദർഭങ്ങളും ഇതിൻ്റെ ചരിത്രവുമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ഈ ബിംബങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാകുന്നത് നേരിട്ട് അനുഭവപ്പെടും. അതാണ് നമുക്കൊക്കെ സംഭവിച്ചത്. നമ്മളിതൊക്കെ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് വലിയ വലിയ ബിംബങ്ങൾ, അള്ളയും റസൂലും അതുപോലുള്ള ബിംബങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണത്. അടുത്ത വാക്യം മുതൽ അടുത്ത ക്ലാസ്സിൽ ചർച്ച തുടരാം.